हिंदी सीखने की कक्षा में आपका स्वागत है। दिन 2। വെൽക്കം ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡേ 2. നമ്മുടെ ഇന്നത്തെ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ് പഠിക്കുന്നത്, അതായത് വവൽ സയൻസ്. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചിരുന്നു. അതായത് 13 സ്വരാക്ഷരങ്ങളും 33 വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു. ഇനി നമ്മളിവിടെ പഠിക്കുന്നത്, നമ്മൾ വ്യഞ്ജന അക്ഷരങ്ങൾ ഏതൊക്കെയാന്ന് പഠിച്ചു. ക, ഇക്ക, ഗ, ഇക്ക. ആ ഓരോ അക്ഷരങ്ങൾക്കും ആയുടെ വവൽ സൗണ്ട് ചേർന്ന് ക, ഇക്ക, ഗ, ഇക്ക എന്ന് വരുന്നുണ്ട്. എന്നാൽ അത് ക, കി, കീ, കു, കു എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വവൽസ് കൂടെ ചേർന്നെങ്കിലേ ആ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് സ്വരം കിട്ടത്തുള്ളൂ. എങ്ങനെയാണ് വവൽ സൈൻസ് അതിൻ്റെ കൂടെ ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വവൽ അതായത് സ്വരാക്ഷരം അതുപോലെ തന്നെ ഈ അക്ഷരം കൂടെ ചേർത്തില്ല. നമ്മൾ വേർഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വവൽ സൈൻസ് ആണ് ചെയ്യുന്നത്, അതായത് മാത്രോങ്ക ചിഹ്നമാണ് ചേരുന്നത്. നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ ഞാൻ എക്സാമ്പിളിന് വേണ്ടി നമ്മുടെ വ്യഞ്ജനാക്ഷരത്തിന്റെ ആദ്യത്തെ അക്ഷരം കായാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ യൂസ് ചെയ്തേക്കുന്നതിനകത്ത് കാ തൊട്ട് ക എന്ന് വരെ ക, കി, കി എന്ന് തുടങ്ങി അതിന്റെ അവസാനം വരെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളും ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും, അതായത് ഇക്ക, ഗ, ഇക്ക ഇതെല്ലാം ചേർത്ത് ഈ വവൽ സൈൻ ചേർത്ത് എഴുതാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹിന്ദിയിൽ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഹിന്ദി വായിക്കാനും ഹിന്ദി എഴുതാനും അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യനൊക്കെ സ്കൂളിൽ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ ഈ വവൽ സൈൻ നിങ്ങൾ നന്നായി പഠിച്ചിരിക്കുക. നമുക്കിനി ഓരോന്നായിട്ടത് മനസ്സിലാക്കാം. ഇവിടെ ആ എന്ന വവലാണ് ആദ്യം കൊടുത്തേക്കുന്നത്. അതിന് പ്രത്യേക വവൽ സൈൻ ഇല്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ എല്ലാ കോൺസണൻസിലും എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളിലും ഈ ആ ഇൻഹറന്റ് ആണ്. അതുകൊണ്ട് അതിന് പ്രത്യേക സൈൻ ഇല്ല. എന്നാൽ അടുത്ത അക്ഷരം ആ എന്നാണ്. നീട്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ എന്നുള്ള ഒരു നീട്ടത്തിന്റെ വര അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്താണ് നമ്മൾ കായുടെ കൂടെ ചേർക്കുമ്പോൾ അത് കാ എന്ന് വരുന്നത്. അടുത്തത് ഈ ആണ്. ഈക്ക് നമുക്ക് അക്ഷരത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ, ഇടത്ത് സൈഡിൽ കൂടെ, ഞാനിവിടെ അക്ഷരം എന്ന് പറയുന്നത് ഇവിടെ പറയുമ്പോൾ കായാണ്, അതല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരത്തെയാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അക്ഷരത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു വള്ളി കൊടുക്കുമ്പോൾ അത് കായുടെ കൂടെ ചേരുമ്പോൾ കി എന്നായി. അതുപോലെ തന്നെ ഈ എന്ന് വരുമ്പോൾ അക്ഷരത്തിന്റെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു വള്ളി കൊടുക്കുമ്പോൾ അത് കീ എന്നാകും. ഇവിടെ കായുടെ കൂടെ ചേർന്നേക്കുന്ന കാരണം അത് കീ എന്നായി. അടുത്തത് ഉ ആണ്. ഉ എന്ന് പറയുന്നത് അക്ഷരത്തിന്റെ താഴെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കുനുപ്പാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കായും ഊയും കൂടെ ചേരുമ്പോൾ ആ വവൽ സൈൻ അവിടെ ചേരുമ്പോൾ അത് കു എന്നായി. അടുത്തത് ഊ ആണ് വന്നേക്കുന്നത്. ഊയുടെ സൈൻ വരുമ്പോൾ അക്ഷരത്തിന്റെ താഴെ താപ്പോട്ടൊരു കുനുപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൂ എന്നാകും. കായുടെ കൂടെ ചേരുമ്പോൾ കു എന്നാകും. അടുത്തത് ഋ ആണ്. അത് അക്ഷരത്തിന്റെ താഴെ റൈറ്റിലേക്ക് ഒരു കുനുപ്പ് പോകുന്നു. അപ്പോൾ അത് കായുടെ കൂടെ ചേരുമ്പോൾ കൃ എന്നാകും. ഇനി അടുത്തത് എ ആണ്. എ നമ്മുടെ വ്യഞ്ജനാക്ഷരത്തിന്റെ മുകളിൽ കൂടെ വരയും കൊടുത്തു കഴിഞ്ഞ് മുകളിൽ കൂടെ ഒരു അല്പം ചെരിഞ്ഞൊരു ലൈൻ കൊടുക്കുമ്പോൾ അത് കെയുടെ കൂടെ ചേരുമ്പോൾ കെ എന്നാകും. അടുത്തത് ഐ ആണ്. അത് അക്ഷരത്തിന്റെ മുകളിൽ 2 ചെറിയ ലൈൻ കൊടുക്കുമ്പോൾ കെയുടെ കൂടെ ചേരുമ്പോൾ അത് കൈ എന്നാകും. അടുത്തത് ഓ ആണ്. അത് അക്ഷരത്തിന്റെ റൈറ്റ് സൈഡിൽ ഒരു വര, മേളിൽ ഒരു കുനുപ്പും കൂടെ കൊടുക്കുമ്പോൾ കായുടെ കൂടെ ചേരുമ്പോൾ അത് കോ എന്നാകും. അടുത്തത് ഔ ആണ്. അത് അക്ഷരത്തിന്റെ റൈറ്റ് സൈഡിൽ ഒരു വര, മേളിൽ 2 ചെറിയ വര കൂടെ കൊടുക്കുമ്പോൾ അത് കായുടെ കൂടെ ചേരുമ്പോൾ കൗ എന്നാകും. അടുത്തത് അം ആണ്. അത് അക്ഷരത്തിന്റെ മുകളിൽ ഒരു ഡോട്ട് കൊടുക്കുമ്പോൾ കം എന്നും, അടുത്തത് അ എന്നാണ്. അത് അക്ഷരത്തിന്റെ റൈറ്റ് സൈഡിൽ 2 ഡോട്ട് കൊടുക്കുമ്പോൾ കായുടെ കൂടെ ചേരുമ്പോൾ ക എന്നും വരുന്നു. ഈ ഒരു വവൽ സൈൻ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ അക്ഷരങ്ങളുടെ കൂടെയും എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി വായിക്കാനും ഹിന്ദി മനസ്സിലാക്കാനും സഹായിക്കുന്നതായിരിക്കും. ഇത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒറ്റയൊരു മാർഗം മാത്രമേ ഉള്ളൂ, പ്രാക്ടീസ്, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് ഒരു കാര്യം മാത്രം കൊടുത്ത് ചെറിയൊരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ചെയ്തേക്കുന്നത്. ഇനിയും അടുത്ത ഒരു ലേണിംഗ് സെഷൻ വരെ നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.